തൻ്റെ ജീവന തുല്യനായ സുഹൃത്ത് ഗ്യോൺവൂവിനെ എങ്ങനെയെങ്കിലും മരണത്തിൻ്റെ വക്രങ്ങളിൽ നിന്ന് രക്ഷിക്കണം എന്ന ഒരേ ഒരു ചിന്ത മാത്രമേ സേയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനായി അവൾ ഗിരിഗോ എന്ന മാരകമായ ആപ്പിലൂടെ തൻ്റെ ആഗ്രഹം നേർന്നു. അവന് ജീവനോടെ തിരികെ എത്തിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് അവൾ ആഗ്രഹം നേർന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഹാജൂൺ അവളെ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തുന്നുണ്ട്. മൊത്തത്തിൽ പരിഭ്രാന്തിയിലായിരുന്ന ഹാജൂൺ സേയോട് തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വലിയ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. അവിടെ വെച്ച് അവൻ്റെ ചേച്ചിയായ ഹേറ്റ്സൽ ഹാങ് വിദേശത്ത് ജോലിയെന്ന് സകലരെയും പറഞ്ഞ് ധരിപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അവൾ അമാനുഷികമായ ശക്തികളുള്ള ഒരു മന്ത്രവാദിനിയാണ് ഷമൻ. സിയായെ ഈ മരണക്കിടയിൽ നിന്ന് രക്ഷിക്കാൻ ഹാങ്ങിന് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും കൂടി ഒരു ടാക്സി വിളിച്ച് ഹാങ്ങിൻ്റെ അടുത്തേക്ക് തിരിക്കുന്നു. എന്നാൽ വിധി അവർക്ക് അനുകൂലമായിരുന്നില്ല. യാത്രക്കിടയിൽ കനത്ത കാറ്റിലോ മഴയിലോ പെട്ട് ഒരു വലിയ മരം വേരോടെ പിഴുത് റോഡിന് കുറുകെ വീണ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ടാക്സി ഡ്രൈവർക്ക് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. വഴി അവിടെ അവസാനിച്ചത് കൊണ്ട് അവർ ടാക്സിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അവിടെ നിന്നും ഹാങ്ങിൻ്റെ വീട്ടിലേക്ക് വൈകാതെ എത്തണമെങ്കിൽ ഒരു വനപ്രദേശം കാൽനടയെ താണ്ടണമായിരുന്നു. ഹാജൂൺ മുന്നിൽ നടന്ന് സേയ്ക്ക് വഴി കാണിച്ചു കൊടുത്തു. നിഗൂഢം നിറഞ്ഞ കാട്ടിലൂടെ ഇരുവരും ഭയന്ന് നടക്കവേ എന്തോ ഒരു സംശയം തോന്നി അങ്ങനെ നിൽക്കെ പെട്ടെന്ന് കാട്ടിലെ ചില ചെറു പ്രാണികളും വണ്ടുകളും ഒച്ചവരുടെ നേർക്ക് പറന്ന് വന്നപ്പോഴേക്കും രണ്ടുപേരും പേടിച്ച് നിലവിളിച്ച് ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. ഭയം അവരെ അത്രത്തോളം കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. അവസാനം ഒരു വിധത്തിൽ അവർ കാട് കടന്ന് ഹാജൂണിൻ്റെ സഹോദരി താമസിക്കുന്ന ആ വിജനമായ വീടിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു. എന്നാൽ വീടിൻ്റെ പടിവാതിൽക്ക് എത്തിയപ്പോൾ ഹാജൂൺ ഉള്ളിലേക്ക് കയറാൻ മടിച്ച് അവിടെ തന്നെ നിന്നു. അവനോടത്തെ വിചിത്രമായ ചില കാര്യങ്ങൾ സേയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. ആ വീട്ടിൽ ബാങ്ക്വോൾ എന്ന പേരുള്ള ഒരു നിഗൂഢ മനുഷ്യനുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ കൂട്ടാളി. ആ പുള്ളി ഹെയ്റ്റ്സലിൻ്റെ ഹസ്ബൻഡാണ്. അയാൾ ഹാജൂണിനെ ഒരിക്കൽ പോലും ആ വീടിൻ്റെ പ്രധാന ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. ക്ഷണമുണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറ്റാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തും. അതിലുപരി ഭയപ്പെടുത്തുന്ന മറ്റൊരു സത്യം കൂടി അവൻ പറഞ്ഞു. ഹാങ്ങിന് ആ ഗേറ്റിന് പുറത്തേക്ക് ഒരടി പോലും വയ്ക്കാൻ അനുവാദമില്ല. എന്തെങ്കിലും കാരണവശാൽ അവൾ അതിർത്തി കടന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പോൾ തന്നെ മരണപ്പെടും. ഇതാണ് അവളെ അവിടെ തന്നെ തളച്ചിട്ടിരിക്കുന്ന ശാപം അല്ലെങ്കിൽ നിയമം. എന്നാലിപ്പോൾ നിലവിലെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. ഹെയ്റ്റ്സൽ വിളിച്ചത് പ്രകാരമാണ് അവരവിടെ എത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ കഥവ് തുറക്കുന്ന ബാങ്ക്വോളിനോടുള്ള തൻ്റെ ദേഷ്യവും വിഷമവും ഹാജൂൺ അവിടെ വെച്ച് പ്രകടിപ്പിക്കുന്നുണ്ട്. തന്നെ അളിയാന്നാണ് എപ്പോഴും വിളിക്കുന്നത്. ഹാജൂണിനത് കേൾക്കുന്നതിന് ചുരുക്കമാണ്. അങ്ങനെ അയാൾ അവരെയും കൂട്ടി വീടിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ സേയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന ഗ്യോൺവൂണിൻ്റെ കോളായിരുന്നു അത്. അവൻ വളരെ ദയനീയമായി അവളോട് ചോദിച്ചു, നീ എന്താണ് എന്നെ കാണാൻ ആശുപത്രിയിലേക്ക് വരാത്തത്? നീ ഇപ്പോൾ കൃത്യമായി എവിടെയാണുള്ളത്? അവർ വീടിൻ്റെ ഉൾമുറിയിലേക്ക് പ്രവേശിച്ച പാടെ ഹാങ് ദുശകരമായ മാറ്റം ശ്രദ്ധിച്ചു. അപകടമാണെന്ന് മനസ്സിലാക്കി അവർ ഒട്ടും സമയം കളയാതെ സേയുടെ അടുത്തേക്ക് ഓടിയെത്തി ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, സേയ, ആ ഫോണിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു കാരണവശാലും മറുപടി പറയരുത്. നീ എവിടെയാണെന്ന് അവനോട് വെളിപ്പെടുത്തരുത്. ഹാങ് പറഞ്ഞത് അക്ഷരം പ്രതി സത്യമായിരുന്നു. ഫോണിൻ്റെ മറുതലയ്ക്കൽ സംസാരിക്കുന്നത് ഗ്യോൺവൂ ആയിരുന്നില്ല. മറിച്ച് അവനെ കിണിയിലാക്കിയ അതേ ഈവിൾ സ്പിരിറ്റ് ഗ്യോൺവൂയുടെ ശബ്ദം അനുകരിച്ച് സേയെ ചതിക്കാൻ നോക്കുകയായിരുന്നു. മുന്നേ മറ്റുള്ളവരെ വഴിതിരിപ്പിക്കാൻ ശ്രമിച്ച പോലെ. തൻ്റെ തന്ത്രം പാളിപ്പോയി എന്ന് മനസ്സിലാക്കിയ ദുഷ്ടാത്മാവ് പെട്ടെന്ന് തന്നെ ഭാവം മാറി സേയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആ ഭയങ്കരമായ ശക്തിയാൽ സേയുടെ കണ്ണ് വെള്ളയായി അവളുടെ കൈകാലുകൾ തളർന്നുപോയി. അവൾക്ക് ഇഞ്ചി പോലും ചലിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഒരു പ്രത്യേക മന്ത്രച്ചരട് ഉപയോഗിച്ച് ഹാങ് വളരെ സാഹസികമായി സേയുടെ കയ്യിൽ നിന്നും ആ ഫോൺ താഴെ തള്ളിയിടിക്കുന്നു. ആ സമയത്ത് ദുഷ്ടശക്തിയുടെ ആവശ്യത്താൽ സേയ തൻ്റെ തല ഏതാണ്ട് പൂർണ്ണമായും തിരിക്കുകയുണ്ടായി. കാണുന്ന ആർക്കും അവളിനി ജീവനോട് അവശേഷിക്കില്ല എന്ന് തോന്നിപ്പോകുന്നത്ര ഭീകരമായൊരു കാഴ്ച. ഫോൺ തെറിപ്പിച്ചുടനെ ഹാങ് അവളെയുമായി അടുത്ത കാര്യങ്ങളിലേക്ക് കടന്നു. കാര്യങ്ങളെല്ലാം ഹാജൂണിനോടായി ചുരുക്കത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി. ആ ദുഷ്ടാത്മാവ് സേയുടെ യഥാർത്ഥ ആത്മാവിനെ പരലോകത്തിൻ്റെ ഏതോ ഒരു ഇരുണ്ട കോണിൽ തടവിലാക്കിയിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ഉടൻ തന്നെ അവർ ബോധരഹിതയായ സേയെ എടുത്ത് വീടിന് പുറത്തുള്ള ബലിപീഠത്തിൽ കിടത്തി. ആചാരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഹാങ് ഹാജൂറിന് തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഇരുത്തി കർശനമായ മുന്നറിയിപ്പ് നൽകി. ഞാൻ സേയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് നീ ഒരു കാരണവശാലും അവളെ തൊടാനിടവരരുത്. മാത്രമല്ല, നീ ഈ മുറി വിട്ട് ഒരടി പോലും പുറത്തേക്ക് പോകരുത്. ബാങ്ക്വൂളും ഹാജൂണിനെ ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, പുറത്തെന്ത് തന്നെ സംഭവിച്ചാലും ആര് വിളിച്ചാലും നീ പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ ബലിപീഠത്തിലിരുന്ന് ഹാങ് തൻ്റെ താന്ത്രിക വിദ്യകൾ ആരംഭിച്ചു. ബാങ്ക്വൂൾ അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ആചാരങ്ങൾ മുറുകുന്നതിനിടയിൽ അവരുടെ കാവൽ ശക്തിയായ ഒരു നിഗൂഢ സർപ്പം ബലിപീഠത്തിൻ്റെ അരികിലേക്ക് എഴുന്നേറ്റി. ഇതേസമയം സേയ മറ്റു ലോകത്ത് അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഒരു സ്പേസിൽ കണ്ണു തുറക്കുകയായിരുന്നു. ഭൗതികമായി അവൾ അതേ ബലിപീഠത്തിലാണ് കിടക്കുന്നതെന്ന് തോന്നുമെങ്കിലും ചുറ്റുമുള്ള അന്തരീക്ഷം തികച്ചും വിചിത്രവും ഭയാനകവുമായിരുന്നു. അവിടെ ഹെയ്റ്റ്സലിൻ്റെ ഒരു ആത്മീയ രൂപം സേയുടെ അരികിലേക്കെത്തി അവളെ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകി. അവൾ സേയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. നിനക്ക് നിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ മുന്നിൽ കാണുന്ന 3 മുറികളുടെ വാതിലുകൾ വിജയകരമായി കടന്നു പോകണം. അങ്ങനെ പോയാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഇന്നേരം യഥാർത്ഥ ലോകത്ത് ഹെയ്റ്റ്സൽ ബാങ്ക്വൂളിനോട് മന്ത്രവാദത്തിനുള്ള കുന്തിരികവും ചന്ദനത്തിരികളും ഭവിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ബാങ്ക്വൂൾ അവൾക്കൊരു മുന്നറിയിപ്പ് നൽകി, പുറത്ത് കനത്ത കാറ്റാണ് വീശുന്നത്. അതുകൊണ്ട് ഈ ധൂപങ്ങൾ വളരെ വേഗത്തിൽ കത്തിയഴിഞ്ഞ് തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
തുടർന്ന് അയാൾ ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ സ്ഥലത്തിന് ചുറ്റും ഒരു സുരക്ഷാ വലയം തീർത്തു. മറ്റേ ലോകത്ത് ഹെയ്സൽ സിയയ്ക്ക് ഒരു കാര്യം കാണിച്ചു കൊടുത്തു. അവർ രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ ഒരു വെളുത്ത പട്ടുനൂലിനാൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അതോടൊപ്പം അവൾ സിയയ്ക്ക് വലിയൊരു വിലക്കും നൽകി. നീ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. നീ എങ്ങനെ പുറകോട്ട് നോക്കിയാൽ ആ ദുഷ്ടാത്മാവിന് എന്നെ കാണാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ ജീവൻ പോലും അപകടത്തിലാവും. പെട്ടെന്ന് സിയയുടെ മുന്നിൽ ഒരു നിഗൂഢമായ വാതിൽ പ്രത്യക്ഷപ്പെട്ടു. ഹെയ്സൽ തൻ്റെ മുഖത്ത് ഭയപ്പെടുത്തുന്ന ഒരു ആചാരപരമായ മുഖംമൂടി ധരിച്ച ശേഷം അവിടെ നിന്നും അപ്രതീക്ഷയായി. സിയ ഭയത്തോടെ ആ വാതിലേക്ക് നടന്നു. അവൾ പതുക്കെ വാതിൽ തുറന്നപ്പോൾ കണ്ടത് തൻ്റെ സ്വന്തം സ്കൂളിൻ്റെ ഇടനാഴിയാണ്. അവിടെ അവൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീതിജനകമായ ഓർമ്മയിലേക്ക് വീണ്ടും തള്ളപ്പെടുകയായിരുന്നു. അവളുടെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ട ഹിയോങ് വോക്കിൻ്റെ ആത്മാവ് അവളെ വേട്ടയാടാൻ തുടങ്ങി. സിയ പ്രാണനം കൊണ്ട് ഓടുമ്പോൾ അവൻ്റെ രക്തം പുരണ്ട രൂപം അവളുടെ പുറകെ വന്ന് എന്നെ രക്ഷിക്കൂ എന്ന് കെഞ്ചുകയും അടുത്ത നിമിഷം ഞാൻ നിന്നെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. സിയ സർവ്വശക്തിയും എടുത്ത് ഓടി. എന്നാൽ ഹെയ്സൽ പറഞ്ഞ വാക്കോർത്ത് അവൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം തൻ്റെ മനക്കരുത്ത് വീണ്ടെടുത്ത് സിയ മനസ്സിലാക്കി, ഇത് വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഹിയോങ് വോക്കിൻ്റെ യഥാർത്ഥ രൂപമല്ല ഇത്. അവൾ ധൈര്യത്തോടെ മുന്നോട്ടാഞ്ഞോടി ഹിയോങ് വോക്കിൻ്റെ ആ പ്രതിരൂപത്തിൻ്റെ ശരീരത്തിലൂടെ തുളച്ചു കയറി മുന്നോട്ട് പോയി. ആ പേടിയെ തരണം ചെയ്തതോടെ പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിൽ രണ്ടാമത്തെ വാതിൽ പ്രത്യക്ഷപ്പെട്ടു. യഥാർത്ഥ ലോകത്ത് സമയം അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെയ്സൽ ബാങ്ക്വോളിനോട് അടുത്ത ധൂപം കത്തിക്കാൻ ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ വാതിൽ തുറന്ന് സിയ എത്തിയത് തൻ്റെ മാതാപിതാക്കൾ കാർ അപകടത്തിൽപ്പെട്ട് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ആ പഴയ ദാരുണമായ രംഗത്തിലേക്കാണ്. സ്വന്തം അച്ഛനെയും അമ്മയും ആ അവസ്ഥയിൽ കണ്ടപ്പോൾ സിയയുടെ കാൽ തളർന്നുപോയി. അവരെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ അവളുടെ മനസ്സനുവദിച്ചില്ല. സമയം അതിവേഗം അവസാനിക്കുകയാണെന്നും ഉടൻ തന്നെ അവിടെ നിന്ന് ഓടണമെന്നും ഹെയ്സൽ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും സിയ അവിടെ തന്നെ തരിച്ചു നിന്നു. ഇപ്പുറത്ത് ബാങ്ക്വോൾ ഹെയ്സലിനോട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ധൂപം ഏതാണ്ട് പൂർണ്ണമായി കത്തിയെരിഞ്ഞു തീരാറായി, വേഗം തിരിച്ചു വരൂ. എന്നാൽ ഹെയ്സൽ ഉറച്ച തീരുമാനത്തിലായിരുന്നു. സിയ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താനും ആ പരലോകത്തിൽ തടവിലാക്കപ്പെടാൻ തയ്യാറാണെന്ന് അവൾ പ്രഖ്യാപിച്ചു. മുറിക്കുള്ളിൽ ഇതെല്ലാം കേട്ടുന്ന ഹാജൂൺ പൂർണ്ണമായും പാനിക്കായി. തൻ്റെ സഹോദരൻ്റെയും സുഹൃത്തിൻ്റെയും ജീവൻ അപകടത്തിലാണെന്ന് കണ്ട അവൻ തൻ്റെ ഫോണെടുത്ത് ആ മാരകമായ ഗിരിഗോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. അവരെ രക്ഷിക്കാൻ വേണ്ടി ആപ്പിൽ ഒരു ആഗ്രഹം നേടുന്നതിനെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത. പരലോകത്ത് ഹെയ്സലിൻ്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന മാനിച്ച് സിയ എങ്ങനെ ധൈര്യം സംഭരിച്ച് മാതാപിതാക്കളുടെ ഓർമ്മകളിൽ നിന്നും ഓടിമാറി മൂന്നാമത്തെ വാതിൽ നിന്നിറക്ക് കുതിച്ചു. എന്നാൽ അവൾ ആ വാതിൽ തൊട്ട അതേ നിമിഷം തന്നെ ഒരു വലിയ സ്ഫോടനത്തോടെ ആ വാതിൽ തകർന്ന് തരിപ്പണമായി. പെട്ടെന്ന് സിയ കണ്ണു തുറന്നു. അവൾ ഹാങ്ങിൻ്റെ വീട്ടിലെ ആ ബലിപിടുത്തിൽ കിടക്കുകയായിരുന്നു. അവളുടെ അരികിലെ ഹാജൂണും ബാങ്ക്വോളും ഉണ്ടായിരുന്നു. അവൾ സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും ആചാരങ്ങളെല്ലാം വിജയകരമായി അവസാനിച്ചെന്നും അവരവളെ അറിയിച്ചു. അവൾ ആശ്വസിക്കാൻ തുടങ്ങിയ നിമിഷങ്ങൾ. പക്ഷേ പെട്ടെന്നാണ് സിയയുടെ കാതുകളിൽ ഹെയ്സലിൻ്റെ യഥാർത്ഥ ശബ്ദം മുഴങ്ങി കേട്ടത്. സിയ, ചതിക്കപ്പെടരുത്. ഇതാണ് യഥാർത്ഥത്തിൽ മൂന്നാമത്തെ വാതിൽ. നീ ഇപ്പോഴും ആ പരലോകത്ത് തന്നെയാണ് ഉള്ളത്. ഇതോടെ അവളുടെ അരികിൽ നിന്ന് ഹാജൂണും ബാങ്ക്വോളും പെട്ടെന്ന് വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. പരലോകത്തിൽ നിന്നും ഏതോ ദുഷ്ടാത്മാവ് സിയയുടെ ശരീരത്തിൽ കയറി പിടിച്ചിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഹാജൂൺ പണ്ട് ഗ്യോൺവുവിന് ഭ്രാന്ത് പിടിച്ച പോലെ വികൃതമായ മുഖത്തോടെയും ശബ്ദത്തോടെയും പെരുമാറാൻ തുടങ്ങി. ഹെയ്സൽ ദൂരെ നിന്നും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, സിയ, തിരിഞ്ഞു നോക്കരുത്. അതിനെ ചതിക്കാൻ ദുഷ്ടാത്മാവ് ഉണ്ടാക്കിയ കെണിയാണ്. എന്നാൽ വ്യാജ ബാങ്ക്വോൾ അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. സിയയെ രക്ഷിക്കാൻ വേണ്ടി ഗിരി ആപ്പിൽ വിഷ് നടത്തിയോടെ അവരും ഇപ്പോൾ ആ പ്രേതങ്ങളെ കാണാൻ തുടങ്ങിയിരിക്കുകയാണെന്നും ഹാജൂണിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നീ പുറകോട്ട് നോക്കിയേ തീരൂ എന്നും പറഞ്ഞു. ആകെ ആശയക്കുഴപ്പത്തിലും ഭയത്തിലാവപ്പെട്ട സിയ ഒടുവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവൾ തിരിഞ്ഞു നോക്കിയ ആ നിമിഷം ആത്മാവിന് ഹെയ്സലിൻ്റെ യഥാർത്ഥ രൂപം കാണാൻ കഴിഞ്ഞു. അതോടെ യഥാർത്ഥ ലോകത്ത് ബലിപീഠത്തിലിരിക്കുന്ന ഹെയ്സലിൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങി. അവളുടെ മുഖത്തുണ്ടായിരുന്ന ആചാരപരമായ മുഖംമൂടി തനിയെ പൊട്ടി പിളർന്നു. താൻ വലിയ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഹെയ്സൽ ബാങ്ക്വോളിനോട് പരലോകത്തിൻ്റെ വാതിൽ ഒരിക്കൽ കൂടി തുറക്കാൻ ആവശ്യപ്പെട്ടു, പൂജാവിധികളോടെ. ബാങ്ക്വോൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകി, നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇനി വെറും 3 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഇതേസമയം സിയ എത്തിപ്പെട്ടത് തികച്ചും നരകതുല്യമായ മറ്റൊരു ലോകത്തേക്കാണ്. ആ സ്ഥലം മുഴുവൻ കട്ടിച്ചോരയിൽ പ്രളയമായി മാറിയിരുന്നു. അവളുടെ കയ്യിൽ ഇപ്പോഴത്തെ വെളുത്ത നൂലിന് പകരം ചോര നിറമുള്ള ചുവന്ന പട്ടുനൂലായിരുന്നു കണ്ടത്. ആ നൂലിൻ്റെ മറുവറ്റം ചെന്ന് അവസാനിക്കുന്നത് ഒരു ചോരക്കറവുണ്ട ഫോണിലേക്കാണ്. അവിടെ വെച്ച് അവൾ ആ ദുഷ്ടാത്മാവിൻ്റെ യഥാർത്ഥ രൂപം കണ്ടു. തങ്ങളുടെ സ്കൂളിലെ യൂണിഫോം ധരിച്ച തൊണ്ട ദാരുണമായി അറുക്കപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു അത്. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ പെൺകുട്ടി. ആ ഒരു സ്ഥലത്തിൻ്റെ മേൽക്കൂരയിലായി തലയിൽ തുണിയിട്ട ഒട്ടനവധി ശവങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഭയം കാരണം സിയയുടെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും ചോര വരാൻ തുടങ്ങി. അവളാകെ വിറച്ചുപോയി. ആ നിർണായക നിമിഷത്തിൽ ഹെയ്സൽ തൻ്റെ സ്പിരിച്വൽ വില്ലും അമ്പും ഉപയോഗിച്ച് സിയയുടെ കയ്യിലെ ആ ചുവന്ന പട്ടുനൂൽ അറുത്തുമാറ്റി. അവൾ സിയയുടെ പിറകിൽ പ്രത്യക്ഷപ്പെട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുന്നിൽ കാണുന്ന ആ വാതിലാണ് കടക്കേണ്ടത്, വേഗം ഓടിക്കോ. അവർ അവസാനത്തെ വാതിലിൽ നേർക്ക് ഓടുമ്പോൾ കയ്യിൽ മൂർച്ചുള്ള കത്തിയുമായി ആ ദുഷ്ടാത്മാവ് അവരുടെ നേർക്ക് പാഞ്ഞെടുത്തു. സിയെ ആക്രമിക്കാൻ വന്ന ദുഷ്ടാത്മാവിൻ്റെ മുന്നിലേക്ക് ഹെയ്സൽ സ്വന്തം ശരീരം കവർ ചെയ്ത് വെച്ചു കൊടുത്തു.
ആക്രമണത്തിൽ അവൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. എന്നാൽ വൈകാതെ അവർ രണ്ടുപേരും ആ ഒരു സബ് കോൺഷ്യസ്നെസ്സിൽ നിന്നും ഒന്നിച്ച് യഥാർത്ഥ ലോകത്തേക്ക് തിരിച്ചെത്തി. തിരികെ എത്തിയ ഉടൻ തന്നെ സേയിൽ ബോധം വീണു. ആ ഒരു ചുവന്ന പട്ടുനുള്ളിൽ ഇറക്കാൻ കഴിഞ്ഞതോടെ സംഭവിച്ച മറ്റൊരു കാര്യം, അവളുടെ ഗിരിഗോ ആപ്പിലെ ടൈമർ അത് സ്റ്റോപ്പായിരിക്കുന്നു. പരിക്കേറ്റ ഇറ്റ്സൽ ഹാജുവിനോടും ബാങ്ക്ബോളിനോടും പറഞ്ഞു, ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. സേയെ ആ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആ ചുവന്ന നൂലിൻ്റെ അദൃശ്യമായ കണ്ണി പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ആ മെയ്ഹാങ് കണ്ടെത്തി നശിപ്പിക്കണം. എങ്കിലും ഇപ്പോൾ തൽക്കാലത്തേക്ക് സേ സുരക്ഷിതയാണ്. അങ്ങനെ ഹാജൂൺ സേയെ എടുത്ത് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി കിടത്തി. ആ സമയത്ത് ബാങ്ക്ബോൾ ഹയാങ്ങിനെ ഒരുപാട് ശകാരിക്കുന്നുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് ശക്തി ഉപയോഗിച്ചതിനും പരിക്ക് പറ്റിയതിനും അയാൾ അവളെ കുറ്റപ്പെടുത്തി. ഇത്തരം ഇൻറ്റൻസ് ആയിട്ടുള്ള റിച്വൽ ചെയ്യുന്നത് കാരണം ആ ശാപ വീട് വിട്ട് പുറത്തു പോകാൻ ഇനിയും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് അയാൾ ആശങ്കപ്പെട്ടു. എന്നാൽ ഹായങ് അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കുട്ടികളെ നോക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം അവളുടെ ആ മുറിവ് സുഖപ്പെടുത്താനായി ആ നിഗൂഢ സർപ്പം ആ മുറിവിൽ വന്ന് പൊതിഞ്ഞു. വീടിന് പുറത്തേക്ക് നടക്കുമ്പോൾ ബാങ്ക്ബോൾ അവിടുത്തെ മേശപ്പുറത്തു നിന്നും ഹാജുവിൻ്റെ ജാതകക്കുറിപ്പ് കണ്ടെത്തുന്നു. സാജു അവൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിലും വിഷ് നേർന്നില്ലായിരുന്നു ഭാഗ്യത്തിന്. തൻ്റെ സഹോദരി സ്വന്തം ജീവൻ പണയം വെച്ച് കൂട്ടുകാരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മാരകമായ ആപ്പിൽ ആഗ്രഹം നേടാൻ തുനിഞ്ഞതിന് ബാങ്ക്ബോൾ ഹാജുവിനെ കഠിനമായി ശാസിച്ചു. ഇനി ഒരു കാരണവശാലും ആപ്പ് വഴി ഒരാഗ്രഹവും നേടരുത്, അത് നിന്റെ സഹോദരിയുടെ നാശത്തിന് വഴിതെളിക്കും എന്ന് പറഞ്ഞ അയാൾ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഇതേസമയം നാരി ആശുപത്രിയിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് സേയുടെ ആൻറ്റിയിൽ നിന്നും ഗ്യോൺവു സുഖം പ്രാപിച്ചു വരുന്ന വിവരം അവൾ അറിയുന്നു. നേരെ ഗ്യോൺവുവിൻ്റെ മുറിയിലേക്ക് ചെന്ന നാരി അവന് ഭ്രാന്ത് പിടിച്ച സമയത്ത് ഉണ്ടായ ആക്രമണങ്ങളുടെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് വലിയൊരു കള്ളം പറഞ്ഞു. സേയ്ക്ക് ഇതിനെ ഇനി കാണാൻ താല്പര്യപ്പെടുമെന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മാത്രം ഇപ്പോൾ ഉള്ളത്. ഗ്യോൺവുവിനെ മാനസികമായി തകർക്കാനായിരുന്നു അവളുടെ ഈ ഒരു ശ്രമം. അങ്ങനെ ഹാങ്ങിൻ്റെ വീട്ടിൽ വെച്ച് ബോധം തെളിഞ്ഞ സേയ അവളോട് നന്ദി പറഞ്ഞു. പരലോകത്ത് വെച്ചാണെങ്കിലും തന്നെ മരിച്ചുപോയ അച്ഛനെയും അമ്മയും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ അവൾ സന്തോഷം പങ്കുവച്ചു. ഹാങ് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. തുടർന്ന് അവർ ആ മാരകമായ ഗിരിഗോ ആപ്പിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം വെളിപ്പെടുത്തി. ഈ ആപ്പ് യഥാർത്ഥത്തിൽ ഒരു പുതിയ സാങ്കേതിക വിദ്യയല്ല. പണ്ടുകാലം മുതലേ നിലനിൽക്കുന്ന പ്രതികാരതാക്കിയായ ഒരു ദുഷ്ടാത്മാവിൻ്റെ ക്രൂരമായ ശാപമാണ് ഈ ആപ്പിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഇതിനെ പൂർണ്ണമായി നശിപ്പിക്കണമെങ്കിൽ നമ്മൾ മെയ്ഹാങ് കണ്ടെത്തണം. അതായത് ദുഷ്ടാത്മാവിൻ്റെ ലോകത്തെയും നമ്മുടെ യഥാർത്ഥ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പ്രധാന വസ്തുവാണ് മെയ്ഹാങ്. ബാങ്ക്ബോൾ അതിന് കൂടുതൽ വിശദീകരണം നൽകി. ഒരു ശാപത്തിൻ്റെ മുഴുവൻ ശക്തിയും ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഏതൊരു ഭൗതിക വസ്തുവിനെയും നമ്മൾ മന്ത്രവാദത്തിൽ മെയ്ഹാങ് എന്ന് വിളിക്കുന്നു. പരലോകത്ത് വെച്ച് സേയുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ചുവന്ന നൂല് കണക്റ്റായിരുന്ന ആ ഫോൺ തന്നെയാണ് ഇവിടെ മെയ്ഹാങ് എന്ന് ഹാങ് ഉറപ്പിച്ച് പറഞ്ഞു. ആ ഫോൺ ഏതെങ്കിലും ഇതിനെ കൈക്കലാക്കി ഈ വീട്ടിലേക്ക് എത്തിക്കണം. സേയ്ക്ക് മാത്രമേ ആ ഫോൺ തൊടാൻ സാധിക്കൂ. കാരണം അവൾക്ക് മാത്രമാണ് ഇപ്പോൾ രണ്ട് ലോകങ്ങളുമായി ഒരേ സമയം ബന്ധപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നത്. തൻ്റെ സുഹൃത്തിനെ വീണ്ടും അപകടത്തിലേക്ക് തള്ളിവിടുന്നതിൽ ഹാജൂറിന് വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് മറ്റു വഴികളില്ലായിരുന്നു. അന്ന് രാത്രി അവരവിടെ കിടന്നുറങ്ങി. എന്നാൽ ഉറക്കത്തിൽ സേയ കണ്ടത് ഭയപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയായിരുന്നു. അവൾക്കു ചുറ്റും കനത്ത ചോരമഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ചോരമഴ പെയ്യുന്ന സ്വപ്നത്തിൽ കഴുത്തറക്കപ്പെട്ട നിലയിൽ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടി അവൾ വീണ്ടും കാണുന്നു. പെട്ടെന്ന് മറ്റൊരു പെൺകുട്ടി വന്ന് ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങുന്നു. രണ്ടുപേരും തങ്ങളുടെ സ്കൂളിലെ യൂണിഫോം തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ ചോരയും ഇരുട്ടും കാരണം സേയ്ക്ക് അവരുടെ മുഖം വ്യക്തമായി കാണാൻ സാധിച്ചില്ല. ഭയന്നോർച്ച് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണ്ടോന്ന് സേയെ ഹാങ് ആശ്വസിപ്പിച്ചു. ഞാൻ ഓക്കെയാണെന്ന് സേ അവളോട് പറഞ്ഞു. അങ്ങനെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം അവരെ ഷാബോസെ ഫോൺ തിരഞ്ഞ് പുറപ്പെടുന്നതിന് മുമ്പായി ഹാങ് സേയ്ക്ക് മന്ത്രം ജപിച്ച് ഒരു പ്രത്യേക ചരട് കയ്യിൽ കെട്ടിക്കൊടുത്തു. എന്നിട്ട് അവൾ കർശനമായി പറഞ്ഞു, ഇതൊരു കാരണവശാലും കയ്യിൽ നിന്ന് മൂരി മാറ്റരുത്. കൂടാതെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു കോളുകളും മെസ്സേജുകളും ഈ സമയത്ത് സ്വീകരിക്കുകയോ മറുപടി നൽകുകയോ ചെയ്യരുത്. അങ്ങനെ അവർ യാത്രയാകുമ്പോൾ ഹാങ് ബാങ്ക്ബോളിനോട് അവരുടെ നെഗറ്റീവ് എനർജി മനസ്സിലാക്കുന്ന കോമ്പസ് എടുക്കാനും കുട്ടികളെ കാത്തു സൂക്ഷിക്കാനും പ്രത്യേകം ആവശ്യപ്പെട്ടു. ഹാജൂൺ തൻ്റെ സഹോദരിയോട് ഇത്രയും ചെയ്യാൻ നന്ദി പറഞ്ഞു. അവരെന്തൊരു വലിയ തീരുമാനം എടുത്തത് മൂലമാണ് പുറത്തേക്ക് പോകാൻ സാധിക്കാത്തത്. ആ കാട്ടുവീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്തതിൽ അവന് വലിയ വിഷമമുണ്ടായിരുന്നു. എന്നാൽ താൻ അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് ബാങ്ക്ബോൾ അവന് ഉറപ്പ് നൽകി. ഇതേസമയം ആശുപത്രിയിൽ നാരിയുടെ കള്ളം കിട്ട മാനസികമായി തകർന്ന ഗിയോൺവു ആരോടും പറയാതെ ആശുപത്രിയിൽ നിന്നും ചാടിപ്പോയി സേയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് നാരിയായിരുന്നു. സേയുടെ ആൻറ്റി പറഞ്ഞിട്ടാണ് താൻ അവിടെ വന്നതെന്ന് അവൾ വീണ്ടും അബദ്ധം പറഞ്ഞുണ്ടാക്കി. ഗിയോൺവു തൻ്റെ കാണാതെ ഫോൺ തിരിയുമ്പോൾ അതിന് തരം പോലെ സഹായിക്കുന്നതായി നാരി അഭിനയിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അവൻ്റെ ഫോൺ മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്നത് നാരി തന്നെയായിരുന്നു. നമ്മൾ മുന്നേ കണ്ടതല്ലേ. മറുഭാഗത്ത് ഹാജൂൺ, ബാങ്ക്ബോൾ, സേയ എന്നിവർ തിരികെ എത്തി മുമ്പ് ഹിയോങ് റിപ്പയർ ചെയ്യാൻ തന്ന അവൻ്റെ ലാപ്ടോപ്പ് കൈക്കലാക്കി. അവനെങ്ങനെയാണ് ഈ ഗിരിഗോ ആപ്പിനെ കുറിച്ച് അറിഞ്ഞത് എന്ന് കണ്ടെത്താനായിരുന്നു അവരുടെ ശ്രമം. അവരവൻ്റെ ലാപ്ടോപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിയോൺവോക്കിൻ്റെ ഡിസ്കോഡ് അക്കൗണ്ടിലേക്ക് അവൻ്റെ ഒരു ഓൺലൈൻ സുഹൃത്തിൻ്റെ മെസ്സേജ് വരുന്നു. ഹിയോൺവോക്ക് മരിച്ചുപോയെന്ന വാർത്ത സത്യമാണോ എന്നറിയാനാണ് അവൻ മെസ്സേജ് അയച്ചത്. താൻ കാരണമാണോ അവൻ എന്തെങ്കിലും സംഭവിച്ചത് എന്നാൽ സുഹൃത്ത് ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഒരു സുഹൃത്താണ് ഹിയോൺവോക്കിനെ ആപ്പിലേക്ക് നയിച്ചതെന്ന് ബാങ്ക്ബോൾ ഊഹിച്ചു.
അവർ ഹ്യൂബുക്ക് തന്നെയാണെന്ന പോലെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. തനിക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്ത് തുടങ്ങി. ഒടുക്കം ഈ ഹ്യൂബുക്ക് പണ്ട് അവനോട് ആവശ്യപ്പെട്ട ചില സാധനങ്ങൾ കൈമാറാനായി അവരുടെ സ്ഥിരം കാണുന്ന സ്ഥലത്ത് ഒരു കൂടിക്കാഴ്ച നിശ്ചയിക്കുന്നു. മറുതലക്കിൽ സംസാരിക്കുന്നത് ഹ്യൂബുക്കിൻ്റെ സുഹൃത്തുക്കളെന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നേയില്ല. അതൊരു കെണിയായിരുന്നെന്നും. ഹാജുവിൻ്റെ അസാധ്യമായ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം ഉപയോഗിച്ച് അവൻ ഹ്യൂബുക്കിൻ്റെ മുൻകാല ഇൻ്റർനെറ്റ് വഴികൾ കണ്ടെത്തി കൃത്യമായ കൂടിക്കാഴ്ച സ്ഥലം കണ്ടുപിടിച്ചു. അവരവിടെ എത്തിയപ്പോൾ വന്ന ചെക്കന് എന്തോ പന്തികേട് തോന്നി. അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടാനും തുടങ്ങി. കെട്ടിടത്തിൻ്റെ മുകളിലൂടെയുള്ള ഒരു വലിയ ചേസിങ്ങിനൊടുവിൽ അവരവനെ വളഞ്ഞു പിടിച്ചു. ഇടയ്ക്ക് വെച്ച് അബദ്ധത്തിൽ വാതിൽ തട്ടി പരിക്കേറ്റ സൂസാൻ എന്ന ആ ചക്കൻ ആകെ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു. അവൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. ഹ്യൂബുക്ക് ഡിസ്കോട്ടിലുള്ള തൻ്റെ ഏക സുഹൃത്താണെന്നും അവൻ കഴിച്ചിരുന്ന പിൽസിൻ്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനായി താൻ അവന് ചില മരുന്നുകൾ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നും അവൻ സമ്മതിച്ചു. സെയ ഗിരിഗോ വിഷയം എടുത്തിട്ട് പേടിപ്പിച്ചപ്പോൾ അവൻ സമ്മതിച്ചു അതേക്കുറിച്ച് അറിയാമെന്ന്. ഡിസ്കോഡിൽ ഒരു പോസ്റ്റായി രൂപപ്പെട്ടതായിരുന്നു ഗിരിഗോ. പണ്ടാരോ ഇൻ്റർനെറ്റിൽ സിയോറൻ സ്കൂളിലെ പ്രേതം എന്ന പേരിൽ ഒരു വലിയ കഥ പോസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ലിങ്ക് ചെയ്തിട്ടായിരുന്നു ഈ വിഷ പ്രത്യക്ഷപ്പെട്ടത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മുന്നേ അറിയേണ്ട മാരകമായ മുന്നറിയിപ്പോൾ ഹ്യൂബുക്ക് കൃത്യമായി വായിച്ചതൊന്നും നോക്കിയില്ലായിരുന്നു എന്നവൻ പറഞ്ഞു. ആ ആർട്ടിക്കിളിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പേരുകൾ മാത്രമാണ് സൂസാൻ ഓർമ്മയുണ്ടായിരുന്നത്. കോൺസിവോൺ ദോഹെയറങ്. ഈ ദോഹെയറങ്ങിനെ ആണ് നമ്മൾ തുടക്കത്തിൽ ആത്മഹത്യ ചെയ്യുന്നതായി കണ്ടത്. ആ ഒരു പോസ്റ്റിനൊപ്പം ചില വിചിത്രമായ ചിത്രങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നീട് വയലേഷൻ്റെ പേരിൽ അത് വൈകാതെ നീക്കം ചെയ്യപ്പെട്ടു. ഹാജൂണാകട്ടെ പെട്ടെന്ന് തന്നെ ചിത്രങ്ങളുടെ മെറ്റാഡേറ്റ ഹ്യൂബുക്കിൻ്റെ ലാപ്ടോപ്പ് ക്യാഷ് ഫയലിലായി കാണുമെന്ന് പറഞ്ഞ് ലാപ്ടോപ്പിൽ നിന്ന് വീണ്ടെടുത്ത് അത് ഹായങ്ങിന് അയച്ചു കൊടുത്തു. ഈ രണ്ടുപേരും ഉള്ളൊരു ഫോട്ടോ ആയിരുന്നു അത്. അങ്ങനെ ബാങ്ക്ബോൾ കുട്ടികളെ കൂട്ടി അവിടെ ചുറ്റുപാട് തീരെ ഇറങ്ങി. അവരാ പെൺകുട്ടികളുടെ മേൽവിലാസം തിരിഞ്ഞ് ആ പഴയ ഗ്രാമത്തിലേക്ക് തിരിച്ചു. മന്ത്രവാദികളുടെ വീടുകളുടെ മുന്നിലായി കെട്ടാറുള്ള പ്രത്യേക മന്ത്രവാദ പതാകകൾ നോക്കിയാണ് അവർ ഹെയ്റങ്ങിൻ്റെ വീട് കണ്ടെത്തിയത്. ഒരു വയസ്സായ അമ്മച്ചിയോട് ചോദിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ഹെയ്റങ്ങിൻ്റെ അമ്മ ആ നാട്ടിലെ വലിയൊരു മന്ത്രവാദിനി ആയിരുന്നുവെന്നും അവർ പണ്ടേ മരിച്ചുപോയെന്നും ചിത്രത്തിലുള്ള രണ്ടാമത്തെ പെൺകുട്ടിയാണ് ഹെയ്റങ് എന്നും അവർ പറഞ്ഞു. തിരിച്ചു പോരുമ്പോൾ ബാങ്ക്ബോൾ ആ വൃദ്ധയിൽ നിന്ന് ഒരു പാക്കറ്റ് ഉപ്പ് മേടിച്ച് കയ്യിൽ വെച്ചു. അവർ ഹെയ്റങ്ങിൻ്റെ അവിചിതമായ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. ആ വീട് കണ്ടപ്പോഴേ അതൊരു പ്രേതാലയമാണെന്ന് മനസ്സിലാകുമായിരുന്നു. ബാങ്ക്ബോൾ തൻ്റെ കയ്യിലുള്ള നിഗൂഢമായ കോമ്പസ് ഉപയോഗിച്ചാണ് ദുഷ്ടശക്തികളുടെ സാന്നിധ്യം വളർന്നിരുന്നത്. വീടിൻ്റെ പ്രധാന വാതിലിനടുത്തെത്തിയപ്പോൾ കോമ്പസ് അതിവേഗം ചലിക്കാൻ തുടങ്ങി. അവിടെ ഒരു ദുഷ്ടാത്മാവുണ്ടെന്ന് അത് ഉറപ്പിച്ചു. കുട്ടികളുടെ സുരക്ഷയ്ക്കായി ബാങ്ക്ബോൾ അവരെ ഒന്നിച്ചു നിർത്തി അവർക്ക് ചുറ്റും ആ ഉപ്പ് ഉപയോഗിച്ച് ഒരു മാന്ത്രിക സുരക്ഷാവൃത്തം വരച്ചു. ആ സമയത്താണ് അയാൾ ഹാജുവിനോട് കണ്ണുകാണിച്ച് പറഞ്ഞത്, ഇതാണ് നല്ല അവസരം, സേയുടെ മനസ്സ് കീഴടക്കാൻ നോക്ക് എന്ന പോലെ. ബാങ്ക്ബോൾ തനിയെ ആ വീടിനുള്ളിലേക്ക് അന്വേഷണത്തിനായി നടന്നു. എന്തെങ്കിലും വിചിത്രമായി തോന്നിയാൽ ഉറക്കെ നിലവിളിക്കണമെന്നും 10 മിനിറ്റിനുള്ളിൽ താൻ തിരിച്ചു വന്നില്ലെങ്കിൽ വണ്ടിയിലേക്ക് കയറി ലോക്കായിട്ട് ഹെയ്റ്റ്സലിനെ അറിയിക്കാനും അവൻ കുട്ടികളോട് പറഞ്ഞിരുന്നു. ഒരിക്കലും പുറകോട്ട് നോക്കരുത് എന്ന നിയമം അവൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. വീടിനുള്ളിൽ പ്രവേശിച്ച ബാങ്ക്ബോൾ കണ്ടത് പേടിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ആ വീടിൻ്റെ ഗേറ്റിനടുത്ത് തകർന്നൊരു ബുദ്ധക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. ഹെയ്റങ്ങിൻ്റെ അമ്മ യഥാർത്ഥത്തിൽ ഒരു നല്ല മന്ത്രവാദിനി ആയിരുന്നോ അതോ ആഭിചാരക്രിയകൾ ചെയ്യുന്ന ദുർമന്ത്രവാദിനി ആയിരുന്നോ എന്ന് അയാൾക്ക് സംശയമായി. വീടിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകും തോറും നിഗൂഢതകൾ കൂടി വന്നു. ഒരു രഹസ്യ ചൂരുകൾക്ക് പിന്നിൽ ഭയങ്കരമായ ആഭിചാരക്രിയകൾ നടന്നതിൻ്റെ തെളിവുകൾ അയാൾ കണ്ടു. അവിടുത്തെ ഒരു പഴയ അലമാര പോലെ തോന്നിക്കുന്ന ഒരു കതവ് തുറന്ന അയാൾ ഞെട്ടിപ്പോയി. സത്യത്തിൽ അതൊരു ജനാലയായിരുന്നു. അതിലായി നിറയെ പക്ഷികൾ വന്നിടിച്ച് തകർത്ത് ചത്തിരുന്ന് പോയ പോലത്തെ ഒരു കാഴ്ച. ആ നിമിഷം കഴിഞ്ഞ് വൈകാതെ അയാളുടെ കയ്യിലിരുന്ന കോമ്പസ് നിർത്താതെ ചലിക്കാൻ തുടങ്ങി. ഇതേ സമയം പുറത്ത് ഒരു വലിയ അബദ്ധം സംഭവിച്ചു. ഹാജൂൺ സെയുടെ മുഖത്തിരുന്ന കൊതുകിനെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ സെയ അബദ്ധത്തിൽ ബാങ്ക്ബോൾ വരച്ച സുരക്ഷാവൃത്തത്തിന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചു. ആ നിമിഷം തന്നെ അവൾക്ക് മുന്നിൽ ആ യൂണിഫോം ധരിച്ച പ്രേത പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അതവളെ ഉപദ്രവിച്ചില്ല. പകരം തൊട്ടടുത്തുള്ള ഒരു കോർണറിലേക്ക് നയിച്ച് അവിടെയുള്ള ഒരു ചെറിയ കുഴിയിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു വന്നു. അവിടെ മണ്ണ് മാറ്റി നോക്കിയ സെയയ്ക്ക് ചില പ്രധാന വസ്തുക്കൾ ലഭിച്ചു. ഒരു ചുവന്ന താലിസ്മാൻ, ഏലസ്, തങ്ങളുടെ സ്കൂളിലെ ഒരു പഴയ യൂണിഫോം, പിന്നെ ഹെയ്റങ്ങും മറ്റൊരു പെൺകുട്ടി, അതായത് സുഹൃത്തായ കോൺസിവോണും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ. വസ്തുക്കൾ കണ്ടെത്തിയുടൻ ഹാജൂൺ ഉറക്കെ ബാങ്ക്ബോളിനെ വിളിച്ചു. ഓടിയെത്തിയ ബാങ്ക്ബോൾ അവർ സുരക്ഷാ വലയം തകർത്ത് കണ്ട് ദേഷ്യപ്പെട്ടെങ്കിലും ഈ കണ്ടെത്തിയ തെളിവുകൾ കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ ചിത്രങ്ങളെല്ലാം ഹാങ്ങിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അവളും ഇത് കണ്ട് ആശയക്കുഴപ്പത്തിലായി. ഹെയ്റങ്ങിൻ്റെ അമ്മ ഒരാളെ രക്ഷിക്കാനാണോ അതോ ശപിക്കാനാണോ ഈ ക്രിയകൾ ചെയ്തെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ആ പഴയ ഫോട്ടോയിലെ പശ്ചാത്തലം കണ്ട ഹായങ് പെട്ടെന്നൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ ഫോട്ടോയിലുള്ള ജനൽ തന്നെയാണ് പരലോകത്ത് വെച്ച് സെയ കണ്ട ചോരമുറിക്കുള്ളിലെ ജനൽ. ആ പെൺകുട്ടികളിൽ ആരോ ഒരാൾ ആ മുറിയിൽ വെച്ച് തൻ്റെ ഫോൺ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. ആ ഫോണാണ് പിന്നീട് ഷാബോസുമായി മാറിയത്. പെട്ടെന്ന് ഹാജൂണിന് ലൊക്കേഷനെ കുറിച്ചറിയാനൊരു ബുദ്ധി തോന്നി. ഹ്യൂബുക്കിൻ്റെ വിഷ് മേക്കിംഗ് വീഡിയോ വഴി ലൊക്കേഷൻ ഡേറ്റ കിട്ടും. അതിലൂടെ ഗിരിഗോ ആപ്പിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട എല്ലാ വീഡിയോകളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ ഹാജൂൺ ഒരു വഴി പറഞ്ഞു. ആ വീഡിയോകളുടെ സെർവർ ഹാക്ക് ചെയ്താൽ മതി. എന്നാൽ അനലൈസ് ചെയ്തപ്പോൾ ആ സെർവറിൽ രജിസ്റ്റർ ചെയ്ത ഉപകരണങ്ങൾക്ക് മാത്രമേ ലോഗിൻ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ.
പെട്ടെന്നാണ് സേയയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. തങ്ങളുടെ സ്കൂളിലെ കോച്ചിൻ്റെ കമ്പ്യൂട്ടറിൽ അവൾ ഈ സെർവർ ആക്സസ് വെബ്സൈറ്റ് പണ്ട് കണ്ടിട്ടുണ്ട്. അവർ അന്ന് രാത്രി തന്നെ സ്കൂളിൽ അതിക്രമിച്ച് കയറാൻ പ്ലാൻ ചെയ്തു. അതിനിടയിൽ ഹാജൂൺ സേയോട് ചോദിച്ചു, കുറച്ചു മുന്നേ ഇത് കാട്ടിത്തന്ന പ്രയത്ന മുഖം തിരിച്ചറിയാൻ പറ്റുമെന്ന്. താൻ മുഖം കണ്ടില്ലെങ്കിലും ആത്മാവ് തങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ലെന്നും മറിച്ച് തെളിവുകൾ കാണിച്ച് സഹായിക്കാൻ വന്നതാണെന്നും സേയ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ബാങ്കുകളുടെ പുറത്ത് നിർത്തി രാത്രിയിൽ സ്കൂൾ പൂട്ടുപൊളിച്ച് അകത്തേക്ക് കയറി കോച്ച് സോങ്ങിൻ്റെ കമ്പ്യൂട്ടർ വഴി ആപ്പിലെ വീഡിയോ സെർവറിലേക്ക് ലോഗിൻ ചെയ്തു. അവിടെയുള്ള വീഡിയോകൾ പരിശോധിച്ചവർ പൂർണ്ണമായും തരിച്ചുപോയി. കാരണം അതിൽ പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ടായിരുന്നു, നാരി. ആ നൈറ്റ് പാർട്ടിക്കിടെ കനത്ത ലഹരിയിൽ നാരി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ. അവൾ ആപ്പിൽ നേർന്ന ഒരാഗ്രഹം, എനിക്ക് 2 പേർ ചത്തു കാണണം, അതിലൊരാൾ ഹിയോങ് വോക്ക് എന്ന് പറയുമ്പോൾ ഈ ഹിയോങ് വോക്ക് മരിക്കുന്നതിന് മുമ്പാണ് നാരി ഈ വീഡിയോ ഇട്ടത്. എന്നിട്ടും അവൾ എങ്ങനെ ഇത്രയും കാലം ഒരപകടവും കൂടാതെ ജീവനോടെ ഇരുന്നു? ഇതേ സമയം മറ്റൊരു ഭയങ്കര സംഭവം നടക്കുകയാണ്. രാത്രിയിലെ ആ വിജനമായ സ്കൂൾ കെട്ടിടത്തിലേക്ക് നാരിയും ഗ്യൂൺവേയും ഒന്നിച്ചങ്ങോട്ടേക്ക് എത്തുവാണ്. ഹിയോങ് വോക്കിനെ കൂടാതെ അവൾ മരിക്കാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ ആൾ ആരായിരിക്കും? എന്താണ് സംഭവിച്ചതെന്നറിയാൻ നമുക്ക് നാരിയുടെ അന്നത്തെ നൈറ്റ് പാർട്ടിയിലേക്ക് പോയാലേ പറ്റൂ.